തണ്ടലം പന്താപ്പാലം തകർന്ന നിലയിലാണ്. എൻജിനീയേഴ്സിൻ്റെ അനാസ്ഥ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ ഭാഗം ഇതുപോലെ ഒരു തോടായിരുന്നു. ആ സ്ഥലത്ത് ഇതുപോലെ സ്ലാബുകൾ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ സ്ക്രീനിൽ കാണുന്ന ഇടതുവശത്തുള്ള ആ ഭാഗം അങ്ങനെ കണ്ട് താഴ്ന്നു പോയിരിക്കുകയാണ്. ക്വാളിറ്റി അല്ല അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കണ്ടോ, ആ സ്ലാബുകളൊക്കെ പൊന്തി കിടക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണാം. കുറച്ച് ദൂരമാണ്, അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ പാലത്തിൻ്റെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഭാഗങ്ങൾ നല്ല വിണ്ട പോലെ കണ്ടോ, കുറച്ചും കൂടെ തള്ളി നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ. തീർച്ചയായും ഇതുവരെയും കണ്ടോ, എത്രയോ ദൂരമാണിത്. ഈ ഒരു ഭാഗം ഇതുവരെയും നമുക്ക് ഇങ്ങനെ ആ ഒരു ഭാഗം തള്ളി നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത് എത്ര ദൂരമാണ് നോക്കുക. കണ്ടില്ലേ, ഇത്രയും കണ്ടില്ലേ ഈ ഒരു ഭാഗത്തെ വിള്ളൽ. അതുപോലെ തന്നെ ഈ സർവീസ് റോഡിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് പൊട്ടിയിട്ടുണ്ട്, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ വിള്ളിച്ച നല്ലൊരു വിള്ളിച്ച തന്നെയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ റോഡുകൾ വീണ്ടിട്ടുണ്ട്. പറ്റ താഴ്ന്നിരിക്കുകയാണ് പാലം. അങ്ങനെ രണ്ടാം പ്രാവശ്യം പുനർനിർമ്മാണം ചെയ്യുകയാണ്. ഇപ്പോൾ അവർ എല്ലാ മണ്ണുകളും അവരവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി രണ്ടാം തവണ ഇനി ഇവർ തുടങ്ങേണ്ടതുണ്ട് എന്നാണ് പറയണത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈവേയുടെ അവസ്ഥ. ഓപ്പോസിറ്റ് സൈഡിലും കമ്പനി ഉണ്ട്. അത് കത്തിക്കാണ്ട് ഒരു വർക്ക് രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വീഡിയോയിൽ നിങ്ങൾ വാർത്തയ്ക്ക് പോകും. ഓക്കെ, നിങ്ങൾ എവിടെയാണ്? ഇവിടെ തന്നെ ഉള്ളതാണോ? ഓക്കെ. നാട്ടുകാരൊക്കെ വളരെ പേടിയിലാണ്. കാരണം അടുത്ത് താമസിക്കുന്നവരൊക്കെയാണ് അവർ. ഓക്കെ, നല്ലൊരു ഗ്രാമപ്രദേശമാണ് തണ്ടിലം. അടുത്ത് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. തോട്ടിൻ്റെ പക്കത്തെ ജ്യൂസിൻ്റെ കട എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ അതിൻ്റെ ഷോപ്പ് ഉടമ സിദ്ദീഖ് നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഞാൻ സിദ്ദീഖിനോടൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ ലൈനിൽ നമ്മളെ സിദ്ധി, ഞാൻ നേരത്തെ പറഞ്ഞ കടയിൽ പോയപ്പോൾ കാണാൻ പറ്റില്ല. സിദ്ധി, എന്താ സംഭവിച്ചത്? എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടായോ? ശബ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് മുൻകൂട്ടി കണ്ടിരുന്ന സംഭവം. കാരണം അതായത് അവർ ഉച്ചയ്ക്ക് അവിടെ ഡാർ ചെയ്തിരുന്നു. നമ്മൾ കരുതിയത് മറ്റേ സർവീസ് റോഡ് മൊത്തം കുഴികളാണ്. അപ്പൊ കുഴി അടക്കാൻ വേണ്ടി ഡാർ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷെ അവരിത് അവിടെ പൊട്ടുന്ന കണ്ടിട്ട് ജനങ്ങൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി ഡാർ ചെയ്തതാണ്. അത് കഴിഞ്ഞ് 5:30 മണിക്ക് അവർ 2 ലോഡ് മണ്ണ് കൊടുന്ന് അവിടെ തട്ടി. മണ്ണ് കട്ടി വണ്ടി 100 മീറ്റർ ഇങ്ങോട്ട് നീങ്ങിയിട്ടില്ല ടോറസ്. അതിന്റെ മുമ്പ് മൊത്തം ചെരിഞ്ഞു പോയി വീണിക്കണം അല്ലേ? അതാണ് സംഭവം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് സിദ്ദീഖ് നമ്മളോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബാലേട്ടന് ഇവിടെ ഉണ്ട്, നാട്ടുകാരനാണ് നമ്മുടെ ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടൻ പറയും എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ. എന്താ ബാലേട്ടാ, എന്താണ് ഇവിടുത്തെ അവസ്ഥകള്? അപ്പുറത്തെ റോഡ് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അവിടെ ചെരുവായിട്ട് കിടക്കണ് തന്നെ. അവിടെ മുണ്ട് കിടക്കുന്നുണ്ട്. ഇവരാരും കാണുന്നില്ലേ? ഇത് അവരുടെ എഞ്ചിനീയേഴ്സിനെ അറിയിച്ചാ? ആരാ അറിയാം? നമുക്ക് എങ്ങനെ അറിയാം? ഇതിന് ആരാണ് KNRCLന്റെ ആളെന്നുള്ളത് പോലും നമുക്ക് അറിയില്ലല്ലേ? ഇവരിപ്പോ ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് പോകും. വെള്ളം വന്നാൽ തോട്ടിലേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? എന്തെങ്കിലും ഇട്ടിട്ട് ഈ കാണുന്നതല്ലേ, കണ്ടില്ലേ? വല്ലാത്തൊരടക്കറ. ഈ തോടിന്റെ അവസ്ഥ ഇപ്പൊ എന്താ ഇങ്ങനെ ആയിക്കണത്? എന്തുകൊണ്ടാണ് പറയട്ടെ? അവിടെ കളിമണ്ണ, അവിടെ അക്കരെ ഉറപ്പ് വേണം. ശരി, ഇത് ഉറപ്പില്ലല്ലോ ആ മണ്ണ്, കളിമണ്ണാണ്. ഇത് ഇവിടുന്ന് ഇവര് അധികം താഴ്ത്തിയിട്ടൊന്നും ഇല്ലല്ലേ? ഈ തോടിനെക്കാട്ടി കുറച്ച് താഴ്ത്തിയിട്ടുള്ളൂ. എന്താണ് എന്നിട്ട് അതിന്റെ മേലെ കൂടെയാണല്ലോ ഇവർ ഈ പാലത്തിന് അല്ലേ ഇത് അട്ട പൊന്തിച്ചിക്കണ്?
അടിയിൽ കമ്പൊക്കെ ഇട്ടിട്ട് ഒരു പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റോഡ് അവിടെ വന്നപ്പോൾ ഇരുന്നതാണല്ലേ? അത് അവരുടെ അശ്രദ്ധ തന്നെ അല്ലേ? ഓരോ എഞ്ചിനീയർമാരല്ലേ ആ നമുക്കുണ്ടാക്കിയപ്പോൾ. ഓക്കെ, ബാലേട്ടനും അതന്നെയാണ് പറയണത്. അപ്പോൾ എന്തായാലും വേഗം ശരിയാക്കാൻ സാധിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവരുണ്ടാക്കി പോയി കഴിഞ്ഞപ്പോൾ ഭക്ഷണം തന്നെ ഈ ആദ്യം ഇനിയും വന്നിടാനുണ്ടാവും. ഇനിയും ഇതേപോലെ മൊത്തം എടുത്ത് ഒഴിവാക്കുകയാണ് തോന്നുന്നു അല്ലേ? ആ എടുത്ത് ഒഴിവാക്കിയിട്ട് രണ്ടാമത് എടുക്കും എന്നാരെങ്കിലും പറഞ്ഞോ? അതിപ്പോൾ ഒരാളായിട്ടും പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇവിടെ പണി നാട്ടിൽ ചെയ്യുന്നതാണ് എനിക്ക് പറഞ്ഞത്. ഇതൊക്കെ മാറ്റി എടുക്കുന്നുണ്ടല്ലോ. കണ്ടോ, പാലത്തിൻ്റെ അടിയിലൊക്കെ ആകെ പൊളിഞ്ഞിരിക്കുന്നു. കണ്ടോ, പൊളിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ള പെയിന്റ് അടിച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ തന്നെ ഒക്കെ എല്ലാം പോയില്ലേ?